തടവിലാക്കപ്പെട്ട സലേഷ്യൻ വൈദിക വിദ്യാർത്ഥികളെ മോചിപ്പിച്ചു. മണിപ്പൂരിലെ സംഘർഷാവസ്ഥകളുടെ സാഹചര്യത്തിലാണ് ഇംഫാലിൽ നിന്നും മാരം ഡോൺ ബോസ്കോയിലേക്കുള്ള യാത്രാമധ്യേ വൈദിക വിദ്യാർത്ഥികളെ അക്രമികൾ ബന്ദികളാക്കിയത്. ബ്രദർ പമേയ ആച്ചിങ് ആൽബർട്ട്, ബ്രദർ പോച്ചി കിവിസി പീറ്റർ എന്നിവരെ തടവിൽ നിന്ന് സുരക്ഷിതമായി മോചിപ്പിച്ചതായി നോർത്ത് ഈസ്റ്റ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വ്യക്തമാക്കി. ദൈവത്തിനും സുരക്ഷിതമായി മോചനത്തിനായി പ്രാർത്ഥിച്ചവർക്കും പരിശ്രമിച്ചവർക്കും ദീമാപൂർ പ്രവിശ്യയിലെ സലേഷ്യൻ പ്രൊവിൻഷ്യൽ നന്ദി അറിയിച്ചു. സുരക്ഷിതരായി തിരികെ വന്ന സഹോദരന്മാരുടെയും കൂടെയുള്ളവരുടെയും പേരിൽ നാം സന്തോഷിക്കുമ്പോൾ ഇപ്പോഴും സ്വാതന്ത്ര്യം കാത്തിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നത് തുടരാമെന്നും പ്രസ്താവനയിൽ പറയുന്നു. ബന്ദികളാക്കി തട്ടിക്കൊണ്ടു പോകപ്പെട്ട മറ്റുള്ളവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും ലഭിച്ചിട്ടില്ല. കലുഷിതമായ ഈ സമയത്ത് സ്ഥിരീകരിക്കാതെയോ പ്രകോപനപരമായോ സന്ദേശങ്ങൾ പങ്കിടുന്നതിൽ നിന്ന് വിട്ടുനിന്ന് എല്ലാ സന്മനസ്സുള്ള ആളുകൾക്കും നന്ദി അറിയിക്കുന്നതായും അറിയിച്ചു. പിരിമുറുക്കത്തിന്റെയും നിശബ്ദതയുടെയും നിമിഷങ്ങളിൽ തെറ്റായ വിവരങ്ങൾ എളുപ്പത്തിൽ വിഭജനത്തെ ആഴത്തിലാക്കാനുള്ള ഒരു ഉപകരണമായി മാറും. ഉത്തരവാദിത്തത്തോടെ ആശയവിനിമയം നടത്തുകയും സമാധാനത്തിന്റെ ഉപകരണങ്ങളായി മാറുകയും ചെയ്യാം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനൊപ്പം അക്രമം ഉള്ളിടത്ത് നമുക്ക് സ്നേഹം വിതയ്ക്കാം, തെറ്റിദ്ധാരണ ഉള്ളിടത്ത് നമുക്ക് വിശ്വാസവും വിതയ്ക്കാം എന്നും പ്രസ്താവനയിൽ പറയുന്നു. മണിപ്പൂരിൽ സമീപകാലത്ത് നടന്ന അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ സമാധാനത്തിനും അനുരഞ്ജനത്തിനും ഐക്യത്തിനും വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാമെന്നും നെസ്കോ വ്യക്തമാക്കി.